അല്ലേ, അടുത്തൊരാഴ്ചത്തേക്കുള്ള ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരുക്കമായാലോ? ഇന്നത്തെ മീൽ പ്രപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നമുക്ക് നമ്മുടെ യൂണിഫോമിൽ കയറാം. ആദ്യം ഞാൻ ചിക്കനും ഫിഷും ഒക്കെ ഒന്ന് കഴുകി നീറ്റാക്കാൻ പോവാണ്. ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ്, എന്നാലും അത് ആദ്യമേ അങ്ങ് തീർക്കാവേ. സത്യം പറഞ്ഞ് മീൽ പ്രപ്പ് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ പോലെയാണേ. ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്ന ടെൻഷൻ ഒഴിവാക്കാൻ ഇത് വലിയൊരു സഹായമാണ്. ഇന്ന് ഞാൻ കുറച്ച് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഡിന്നറിന് എടുക്കാൻ പാകത്തിന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം. പിന്നെ നമുക്ക് ലഞ്ചിന് എടുക്കാൻ കുറച്ച് സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് നമുക്ക് ഓട്സും ദോശയും കുറച്ച് ബ്രെഡ് ടോസ്റ്റും ഇഡ്ഡലിയും അങ്ങനെയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യമേ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതെല്ലാവർക്കും അറിയാലോ, നോർമലി ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്, പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, ഇതെല്ലാം നന്നായിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടും കൂടി ആഡ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരും കേട്ടോ. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷിനെ നമുക്ക് ഒരു കണ്ടെയ്നറിനാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാവേ. ഞാൻ ഇന്നിപ്പം കുറച്ച് കിളിമീനും പിന്നെ കുറച്ച് ചാളയാണ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് രണ്ടും നമ്മൾ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണേ. പ്രത്യേകം ഓർക്കണം, ഇത് നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫിഷും ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ആ ഡ്രസ്സിൽ തന്നെ ഇറങ്ങാം കേട്ടോ. ഭയങ്കര ചൂടാ. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിയെടുക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ സമയം ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കാൻ ഈ കൊച്ചു കൊച്ചു ശീലങ്ങൾ നല്ലതാട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നത് മിക്ക ആളുകളും ഈ മീൽ ട്രിപ്പ് ഒക്കെ ചെയ്യാറുണ്ടെന്നാണ്. എന്തായാലും ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവർക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും അടുത്തൊരാഴ്ച കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പണ്ട് നാട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ പറയുന്ന കേൾക്കാം, അടുക്കളയിലെ പണി കഴിഞ്ഞാൽ പകുതി സമാധാനമായിരുന്നു. അന്നതിൻ്റെ അർത്ഥം വലുതായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ ഈ ഓട്ടത്തിനിടയിൽ മിക്ക ദിവസവും രാത്രി വീട്ടിൽ വരുമ്പോൾ ആകെ തളർന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ കാണുമ്പോൾ എന്തൊരാശ്വാസാന്നറിയോ. അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി തുടങ്ങാം. ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് നോക്കിയാൽ മതി, റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് ആദ്യമേ വെളിച്ചെണ്ണ ചൂടാക്കി സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാലേ ഈ മീൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് വെറും ഒരു പ്രിപ്പറേഷൻ മാത്രമല്ല കേട്ടോ. എനിക്ക് മിക്കപ്പോഴും തോന്നാറുണ്ട് നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു സ്നേഹമാണെന്ന്.